ഹലോ, എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ലൈഫും ഫിറ്റ്നസ്സുമൊക്കെ അടിപൊളിയാക്കാനുള്ള കിടിലൻ വിവരങ്ങളുമായി നമ്മൾ വീണ്ടും എത്തി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ശരി, അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. പഞ്ചസാര നമ്മുടെ തലച്ചോറിനെ എങ്ങനെയാണ് ശരിക്കും ബാധിക്കുന്നത്? ആഹാ, ഇത് കേൾക്കുമ്പോഴേ വായില് വെള്ളം വരുന്നു അല്ലേ? നല്ല ചൂടുള്ളൊരു കുക്കി അല്ലെങ്കിൽ ഒരു കഷ്ണം കേക്ക് ഇപ്പൊ തന്നെ ഒന്ന് കഴിക്കാൻ തോന്നുന്നില്ലേ? അപ്പോ എന്തുകൊണ്ടാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു കൺട്രോൾ കിട്ടാത്തത്? എന്താ ഇതിന്റെയൊക്കെ പിന്നിലെ രഹസ്യം? ശരിക്കും നമ്മുടെ തലച്ചോറിനകത്ത് എന്താണ് നടക്കുന്നത്? വാ, നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. നമ്മൾ കണ്ടെത്താൻ പോകേണ്ട കാര്യങ്ങള് ചിലപ്പോൾ നിങ്ങളെ ശരിക്കും ഞെട്ടിച്ചേക്കാം. ഓക്കെ, അപ്പൊ കഥ തുടങ്ങുന്നത് ആ ആദ്യത്തെ മധുരം നമ്മുടെ നാവിലെ തൊടുമ്പോഴാണ്. ഈ പഞ്ചസാര എന്ന് പറയുന്നത് ശരിക്കും എന്താ? അതൊരു തരം കാർബോഹൈഡ്രേറ്റ് ആണ്. നമ്മുടെ ശരീരത്തിന് എനർജി തരുന്ന ഒന്നാണ് സംഭവം. നിങ്ങൾ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിന്റെ പുറകിലുള്ള ലേബിൾ വായിച്ചു നോക്കാറുണ്ടോ? ഉണ്ടെങ്കിലും നിങ്ങൾക്കറിയാം, പഞ്ചസാരയ്ക്ക് പല പേരുകളുണ്ട്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, കോൺ സിറപ്പ്, അങ്ങനെ ഒരുപാട് പേരുകളിൽ ഈ സംഭവം ഒളിച്ചിരിപ്പുണ്ടാകും. അതെ, നമ്മൾ വിചാരിക്കും ഇത് മധുരമുള്ള പലഹാരങ്ങളിലും ചോക്ലേറ്റിലും മാത്രമേ ഉള്ളൂന്ന്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ഹെൽത്തി എന്ന് കരുതുന്ന പല സാധനങ്ങളിലും, ടൊമാറ്റോ സോസ്, യോഗേർട്ട്, ഗ്രനോള ബാറുകളിൽ പോലും പഞ്ചസാര ഒളിഞ്ഞിരിപ്പുണ്ട്. അതായത് നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് ഷുഗർ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നുണ്ട്. ശരി, അപ്പോ ഈ പഞ്ചസാര നമ്മുടെ നാവില് തട്ടുമ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നത്? അവിടെ നിന്നങ്ങോട്ട് ഒരു യാത്രയാണ്. നേരെ നമ്മുടെ തലച്ചോറിനകത്തുള്ള റിവാർഡ് സിസ്റ്റം എന്ന് പറയുന്നൊരു സംഭവത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ സന്തോഷത്തിന്റെയൊക്കെ ഒരു മെയിൻ കൺട്രോൾ റൂം. ഇത് കേൾക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം, പക്ഷെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ മധുരം കഴിക്കുമ്പോൾ ആ സിഗ്നല് നാവിൽ നിന്ന് നേരെ ബ്രെയിൻ സ്റ്റെമ്മിലേക്ക് പോകും. അവിടെ നിന്ന് തലച്ചോറിന്റെ പല ഭാഗങ്ങളിലേക്കും. അവസാനം നമ്മുടെ ഈ റിവാർഡ് സിസ്റ്റം അങ്ങോട്ട് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും, ഒരു സ്വിച്ചിട്ട പോലെ. അപ്പോ ഈ റിവാർഡ് സിസ്റ്റത്തിന്റെ പണി എന്താണെന്നല്ലേ? അത് നമ്മുടെ തലച്ചോറിനോട് ഒരൊറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ: ഇത് കൊള്ളാമല്ലോ, നമുക്കിത് വീണ്ടും ചെയ്യണോ എന്ന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കേക്ക് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലില്ലേ, അപ്പൊ ഈ സിസ്റ്റം പറയും യെസ്, ഇത് വീണ്ടും ചെയ്യണം എന്ന്. ഈ കളിയുടെ മെയിൻ താരം ആരാണെന്നറിയാമോ? ഡോപ്പമിൻ. ഇതൊരു കെമിക്കലാണ്, ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നൊക്കെ പറയും. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ സന്തോഷത്തിന്റെ ഹോർമോൺ. ഈ ഡോപ്പമിനാണ് നമുക്ക് ആ ഒരു ഹായ് എന്ത് രസം എന്ന ഫീല് തരുന്നത്. പക്ഷേ ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്. ഈ സിസ്റ്റം ഇങ്ങനെ പഞ്ചസാര കാരണം ഓവറായിട്ട് ആക്ടിവേറ്റ് ആകുമ്പോൾ കാര്യങ്ങൾ പതിയെ കൈവിട്ടു പോകാൻ തുടങ്ങും. ആ സന്തോഷം തരുന്ന സംഭവം തന്നെ നമുക്ക് പാരയാകാൻ തുടങ്ങുന്ന ഒരവസ്ഥ. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: പഞ്ചസാര കഴിക്കുമ്പോഴും മറ്റു നല്ല ഭക്ഷണം കഴിക്കുമ്പോഴും തലച്ചോർ ഒരുപോലെയാണോ പ്രതികരിക്കുന്നത്? അല്ല. ആ വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. നിങ്ങൾ നല്ലൊരു ഹെൽത്തി മീൽ, ഒരു സാലഡോ മറ്റോ കഴിക്കുകയാണെന്ന് വെക്കുക. കുറച്ചു തവണ കഴിച്ചു കഴിയുമ്പോൾ തലച്ചോറിനൊരു മടുപ്പ് വരും. ആ ഡോപ്പമിൻ റിലീസ് അങ്ങ് കുറയും. പക്ഷെ പഞ്ചസാരയുടെ കാര്യം അങ്ങനെയല്ല. അതെത്ര കഴിച്ചാലും തലച്ചോറിന് മടിക്കില്ല. അത് വീണ്ടും വീണ്ടും ആ സന്തോഷം തന്നുകൊണ്ടേയിരിക്കും. ദാ ഈ കാണുന്നത് പോലെ. ബ്രൊക്കോളി പോലെയുള്ള പച്ചക്കറികളൊന്നും ഡോപ്പമിനെ കാര്യമായിട്ട് ഉത്തേജിപ്പിക്കുന്നില്ല. ഒരു സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ ഡോപ്പമിൻ ഉണ്ടാകും, പക്ഷെ വീണ്ടും കഴിക്കുമ്പോൾ അത് കുറയും. എന്നാൽ പഞ്ചസാരയുടെ കാര്യം നോക്കൂ. അത് കഴിക്കുമ്പോഴെല്ലാം ആ ഡോപ്പമിൻ ലെവൽ അങ്ങ് മുകളിൽ തന്നെ നിൽക്കും. ഇതാണ് നമ്മളെ വീണ്ടും വീണ്ടും അത് കഴിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ഉറപ്പിച്ചു പറയാം: ഈയൊരു രീതിയിൽ പ്രവർത്തിക്കുന്നത് കാരണം പഞ്ചസാര ഒരു ചെറിയ രീതിയിലൊരു ഡ്രഗ് പോലെയാണ് നമ്മുടെ തലച്ചോറിനോട് പെരുമാറുന്നത്. ഞെട്ടലുണ്ടോ ഇത് കേട്ടിട്ട്? പക്ഷെ അതാണ് സത്യം. അപ്പോ തലച്ചോറിലെ ഈ ഒരു പ്രത്യേക പ്രതികരണം എങ്ങനെയാണ് നമ്മളെ ഒരുതരം അടിമത്തത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ക്രേവിംഗ് സൈക്കിളിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് നോക്കാം. ഇതൊരു വിഷ്യസ് സൈക്കിളാണ് കേട്ടോ. നമ്മൾ ഒരുപാട് പഞ്ചസാര കഴിക്കുന്നു, അപ്പോൾ ഡോപ്പമിൻ ലെവൽ കൂടുന്നു. ഇത് നമ്മുടെ റിവാർഡ് സിസ്റ്റത്തിനെ ഓവർലോഡ് ആക്കുന്നു. പിന്നെ നമുക്ക് കൺട്രോൾ പോകുന്നു, വീണ്ടും കഴിക്കാൻ തോന്നുന്നു. കാലം കഴിയുന്തോറും അതേ സുഖം കിട്ടാൻ നമുക്ക് കൂടുതൽ കൂടുതൽ പഞ്ചസാര കഴിക്കേണ്ടി വരുന്നു. ഒരു അവസാനമില്ലാത്ത ഒരു ചക്രം പോലെയാണിത്. അതുകൊണ്ടാണ് ചിലർക്ക് മധുരം നിർത്താൻ ഇത്രയധികം ബുദ്ധിമുട്ട്. നമ്മൾ വിചാരിക്കും അത് വെറും ഇച്ഛാശക്തിയുടെ കുറവാണെന്ന്. പക്ഷേ അങ്ങനെയല്ല. അതിനു പിന്നിൽ നമ്മുടെ തലച്ചോറിനകത്ത് നടക്കുന്ന ശരിക്കുമുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. അപ്പോ ഇതിന്റെയൊക്കെ അർത്ഥം നമ്മൾ പഞ്ചസാര തൊടാനേ പാടില്ല എന്നാണോ? ഒരിക്കലുമല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ്:
വല്ലപ്പോഴും ഒരു കഷ്ണം കേക്ക് കഴിക്കുന്നതിലോ ഒരു ഐസ്ക്രീം കഴിക്കുന്നതിലോ ഒരു തെറ്റുമില്ല. പ്രശ്നം വരുന്നത് ഇതിന്റെ അമിതമായ ഉപയോഗത്തിലാണ്. ആ ഒരു ബാലൻസ് കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോ പഞ്ചസാര നമ്മുടെ തലച്ചോറിനെ എങ്ങനെയാണ് ഹൈജാക്ക് ചെയ്യുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. ഈ ഒരു അറിവ് വെച്ചുകൊണ്ട് നിങ്ങൾ അടുത്ത തവണ എന്തെങ്കിലും കഴിക്കാനെടുക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക. നിങ്ങളുടെ അടുത്ത തിരഞ്ഞെടുപ്പ് എന്തായിരിക്കും? ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ഹെൽതി.